പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. വീണ്ടും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പോയി തന്റെ മകനെ ഓർത്തു. ലോക ഡോക്ടർമാര് രോഗം പഠിച്ചവരാണ്, എന്നാൽ രോഗം ശീലിച്ചവരായ ദൈവം കണ്ടയുമല്ല, അടിപ്പിടലുകളാൽ സൗഖ്യം വരുമെന്നല്ല വന്നു ഇരിക്കുന്നു എന്നാണ് രാവിലെ നമ്മൾ ഒരുമിച്ച് ഒരു ഹൃദയത്തോട് പ്രാർത്ഥിച്ചാൽ തന്റെ മകന് ദൈവം ഞങ്ങളത് അനുഭവിച്ചാണ്. 3 മാസം അല്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റുകളും 5 വർഷത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല. കാരണം ശരീരത്തിന്റെ സ്കിന്നെ പോലും ക്യാൻസർ സ്പ്രെഡ് ചെയ്ത അവസ്ഥയിലാണ്. അലറി വരുന്ന കടലിനെയും മണലുകൊണ്ട് അതെടുത്തത് എന്റെ കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തന്നു. പ്രിയ സൈബ്രദറിന് ആ കൈ കുറുകിയിട്ടില്ല, ഇന്ന് രാവിലെ തന്നെ മകന് വേണ്ടി ആ കരകടന്നു വിശ്വസിച്ച ആടിയാക്കു വന്നു ആകാശവും ഭൂമിയും സമുദ്രവും അവയിലൊക്കെയും ഉണ്ടാക്കിയ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇന്ന് കർത്താവെ സഭയായി അടുത്തു വരുന്നതാണ്. ഈ രാവിലെ എഴുന്നേൽക്കുവാൻ ഞങ്ങൾക്ക് കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾ പലരും കർത്താവെ യാത്ര ചെയ്ത് കടന്നുപോയ ഇടങ്ങളിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ടും ഞങ്ങളുടെ മരണം സംഭവിക്കാഞ്ഞതുകൊണ്ടും ഒരു ദിനം കൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഞങ്ങളുടെ എല്ലാ അവയവങ്ങളും ചലിപ്പിക്കുവാൻ കണ്ണിന് കാഴ്ചകൾ തന്ന് കർത്താവെ കൈവിജയോട് ആരോഗ്യം തന്ന് ഞങ്ങളിവിടെ വരുത്തിയതിനായി ദൈവത്തിന് മുഖത്തും ആരാധന അങ്ങേക്ക് കൊടുക്കുന്ന ദാനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ ദൈവത്തിന്, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടൊരു നല്ല ആരാധന ഇന്ന് പകൽക്കാലം അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില രഥങ്ങളിലും ചിലരുടെ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നു. പ്രാർത്ഥിച്ചതുപോലെ രോഗികൾക്ക് വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും അങ്ങാണ്. അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ സൗഖ്യമുണ്ട്. അങ്ങയുടെ തുപ്പലിൽ സൗഖ്യമുണ്ട്. അങ്ങയുടെ നോട്ടത്തിൽ സൗഖ്യമുണ്ട്. അങ്ങയുടെ വചനത്തിൽ സൗഖ്യമുണ്ട്. ഞങ്ങളത് പ്രാപിച്ചു ഇടയാകണമേ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണം. ഞങ്ങളുടെ അന്തരീക്ഷത്തെ കർത്താവ് ഏറ്റെടുക്കണം. ചുറ്റുപാടുള്ള ഭവനങ്ങളെ എന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിടന്നുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പാട്ടുപാടി കർത്താവ്. Praise God, praise God, praise God, praise God. Hallelujah, hallelujah. Glory to you. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Praise the Lord, church. Amen. കഴിഞ്ഞ 6 മാസക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. പുതിയ മാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, വാഴ്ത്താം, ആരാധിക്കാം. നമ്മുടെ രാജ്യം ഇന്നലെ ഈ വീക്കെൻഡ് ജൂലൈ 4
ഓർക്കായിട്ട് കൊണ്ടാടുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ക്രൂശയാഗമായി തീർന്ന് ഹല്ലേലൂയ നമുക്ക് സ്വാതന്ത്ര്യം തന്ന ദൈവത്തെ ഹല്ലേലൂയ വചനത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തൊക്കണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആ ദൈവത്തിന് നമുക്ക് ഈ കാലം മുഴുവൻ ആരാധന അർപ്പിക്കാം. എഴുന്നേൽക്കാൻ കഴിയുന്നവർക്ക് എഴുന്നേൽക്കുന്ന ദൈവത്തെ മുൻപിലെടുക്കാം. ഓണമിടും തിരുമാർവിൽ ഉല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഓണമിടും തിരുമാർവിൽ ഉല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാം യേശുവേ പാദതനായി തന്ന സ്നേഹമതിശയമേ ഏകജാതനാം യേശുവേ പാദതനായി
എല്ലാ ആരാധനയ്ക്കും കർത്താവേ, മഹത്വം, 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 മഹത്വം. അങ്ങേപ്പോലെ ദൈവമേ ആരും ആമേൻ. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ അങ്ങ് മാത്രമാണെന്നും എന്റെ സർവസ്വം അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളി
അങ്ങയുടെ ചാരത്തിരിക്കുമ്പോൾ അങ്ങയിലല്ലാതെ ഞാൻ വേറെ ആരും കാണാതെ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എന്റെ സങ്കടങ്ങളെ ആരും മനസ്സിലാക്കാനില്ലാതിരുന്ന നേരത്തോ എന്റെ രോഗത്തിന്റെ അവസ്ഥയിലോ അവൻ എന്റെ അടുക്കൽ കടന്നു വന്ന അവൻ എന്നെ മനസ്സിലാക്കിയ എന്റെ കർത്താവേ, ഇന്നും പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയല്ലാതെ ഞങ്ങൾ ആരെ ആരാധിക്കുന്നു? അങ്ങക്കല്ലാതെ ഞങ്ങൾ ആർക്കും നന്ദി കരേറ്റും കർത്താവേ. എന്നെ ഉള്ളതുപോലെ അങ്ങയല്ലാതെ, എന്നെ സൗഖ്യമാക്കിയ അങ്ങയല്ലാതെ, എന്നെ വിടുവിച്ച അങ്ങയല്ലാതെ, എന്നെ ബഹുമാനിച്ച അങ്ങയല്ലാതെ, എന്നെ ഉയർത്തിയ അങ്ങയല്ലാതെ, വേറെ ആരെയും പകൽക്കാലം ഞാൻ പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് എടുത്തു വരുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങ് കേൾക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഞെരുക്കങ്ങൾ അറിയണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. രോഗികളായി ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നവർ, ഭാരത്തോടെ കടന്നു വന്നവർ, ഞെരുക്കത്തോടെ കടന്നു വന്നവർ, പ്രയാസത്തോടെ കടന്നു വന്നവരുമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരമിറങ്ങുമാകണമേ. ഞങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചേർന്നിറങ്ങി വരുമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥലങ്ങളിലിരിക്കാം. അപ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം നാം ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന്, ആ ദൈവത്തെ നാം ഇന്ന് പകൽക്കാലം ഒന്ന് രുചിച്ചറിയേണ്ടതിന്, അനുഭവിച്ചറിയേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ സങ്കീർത്തന വായനയിൽ, നമ്മുടെ സാക്ഷ്യത്തിൽ, നമ്മുടെ വചന ധ്യാനത്തിലൊക്കെയും ദൈവത്തിന്റെ നാമം ഉയർന്നിരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇത് പകൽക്കാലം നിന്റെ ദാസനെ ആമേൻ കർത്താവേ അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാ സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, നാം ഇന്നിവിടെ കടന്നു വരുമ്പോൾ നമ്മുടെ ആരാധന ആമേൻ നമുക്ക് മാത്രമല്ല ഈ ദേശത്തിനൊരു അനുഗ്രഹമാകേണ്ടതിന്, ഈ ഫോണി പട്ടണത്തിനൊരു അനുഗ്രഹമാകേണ്ടതിന്, അനേകം ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ടതിന് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ സഭ നിറഞ്ഞ് നാം ഒന്നിച്ചു ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളിൽ ഒന്നോ രണ്ടോ പേർക്ക് ഇപ്പോൾ ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. Hallelujah.
Offerings of praises unto you, Lord Jesus. We give you all of our worship, all of our praise, Lord, everything that you do unto your name, Father God, Lord. We thank you for all that have gathered this morning. We pray that each and every person's prayer requests are answered today, Lord. The sick are healed, the captives are set free, Lord. The bondages are broken, Father God. We pray, Lord, as we are in this room, in this space, that your presence will fill this room. Will be a tangible presence of the Holy Spirit in this place, oh Father God. We pray, Lord, that the surrounding areas will feel this presence of the Holy Spirit in this room, oh Father God, Lord. We pray, Lord, that every situation that we're facing, Lord, if we're not facing it by ourselves, but we have you with us, Lord. Encourage us, equip us today, Lord, to face this week ahead of us, Lord. We pray for the Psalms reading. We pray for the message that will be spoken today, Lord. We pray for all the testimonies here, Lord. We pray for that the word spoken to us will convict us, will be able to help us prepare our lives, Lord, so that we can meet you, Lord, when your second coming. We know your second coming is near, Lord. Help us to be prepared and prepare others around us, Lord, for your second coming, Lord Jesus. We pray, Lord, that every ministry here is led by the Holy Spirit, that you anoint each and every person to lead each and every part of the service, oh Father God. Once again, we ask that we will be washed by the blood of Jesus tonight, oh Father, this morning, Lord, and you will cleanse us, oh Lord. We pray that you will prepare our hearts and that we may be able to be partakers of the Lord's table today, oh Father God. Make it a blessing to us, oh Father God. We give you honor and glory and praise in Jesus' name we pray. Amen. Praise God. Let us all arise in the presence of God and read Psalm 67. 67-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalm 67. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. അവസാനത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയിലെ അവനെ ഭയപ്പെടും.
നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ ദിനംതോറും അവൻ നമ്മെ തന്നോട് അടുപ്പിച്ച് ദൈവത്തിന്റെ കൃപ പകർന്നു നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ആപത്തുകളിൽ നമ്മെ കൈവിടാതെ തന്റെ മാർബോട് ചേർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ഈ ദൈവം എത്ര വലിയ ദൈവം. ഒരുമിച്ച് അവനെ സ്തുതിക്കാം. Hallelujah. Hallelujah. Lord, we thank you and we give you praise. We thank you for your presence in our worship this morning. We ask you to continue to touch us, bless us, and heal our sickness and everything that we go through. We commit it under the mighty hands of God. That by the touch of everything will be solved. Our sicknesses will be completely healed. We believe in the mighty power of the name of Jesus, the mighty working power of Jesus Christ, and the blood of Jesus be applied on all of us today to sanctify us, to heal us, to bring us closer to your name. In Jesus' name I pray. Amen. Please be seated in the presence of God. I am very glad that we all are here once again in the presence of God after an evening of celebration yesterday, after eating a lot of good food and staying late to work and clean the place, which I didn't do. I'm guilty of that. And keeping this place clean for us to use today. I know it was very tiring. I know some of you couldn't wake up in the morning as usual. I could not. I was 2 hours late to wake up today. I was usually wake up at 3 o'clock, but I woke up at 5 o'clock this morning. And so our physical body may be a little weak, but our spirit is strong. Our spirit is strong. I thank God for Brother Benjamin and Jasmine attending our church worship service today. And we are always delighted when you are with us. And I pray that this will continue into the future. And this is where God welcomes you in the church membership and the church worship. I'm just not threatening this, but this is what I believe with all my heart, that God will be among us and we will experience the touch of God and the presence of God. This morning, as we are in the presence of God, we already know 6 months of this year is behind us. We are actually entering into the second half of this year. God was faithful. God was faithful to us, and He heard all our prayers. Whatever our needs we had, God saw them. And wherever we went, His presence was with us. So we have to continue to magnify and worship God this morning. And also when we are here in the presence of God this morning, we are also worshiping the Lord with the Lord's Supper. This is also a moment that we search our heart. I'm not doing the Lord's Supper at this moment, but I just wanted to just say this, that we wanted to search our heart as we are in His presence. Search our hearts and for the Lord to sanctify us, cleanse us, and make us worthy. We are not worthy, but He makes us worthy. He applies His blood on us. He washes us. He cleanses us. And He purifies us so that we can come to the Lord's table in holiness and we can worship Him. And this morning, and I don't know whether any one of you wanted to say a word of testimony. If you want to say a word of testimony, you want to come here? രണ്ടാഴ്ചയായിട്ട് മാറ്റി വെച്ചൊരു സാക്ഷിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ജനഭാഷയുടെ അടുത്ത കാര്യമില്ല, അറിയാമല്ലോ. അപ്പോൾ പ്രാക്ടിക്കലിന് ഒരു സ്ഥലം നോക്കി ഞങ്ങൾ 4 മാസമായിട്ട് ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു വളരെ ഈസി ആയിട്ട് അത് കിട്ടുമെന്ന്. പക്ഷേ അവസാന നിമിഷമായപ്പോൾ അവിടെ ലാസ്റ്റ് ഡേറ്റ് വെള്ളിയാഴ്ചയായിരുന്നു. അന്ന്
അവൾക്ക് അത് കിട്ടുവാനായിട്ട് ഇടയായില്ല. അപ്പോൾ നമ്മുടെ മാനുഷ്യമായിട്ടുള്ള എല്ലാ നമ്മുടെ നോട്ടങ്ങളും നമ്മൾ ചോദിക്കാവുന്നവരോടൊക്കെ ചോദിക്കാനും എല്ലാം ഞങ്ങൾ ചെയ്തു. പക്ഷേ ഫ്രൈഡേ ലാസ്റ്റ് ഡേറ്റ് ആണ്, അന്നും അവൾക്കത് കിട്ടിയില്ല. അപ്പം എന്നോട് പറഞ്ഞു, മമ്മി എൻ്റെ 1 വർഷം കൂടെ പോകും, വർഷത്തിലൊരിക്കലും ഗ്രാജുവേഷനുള്ളൂ, അപ്പോഴേ ഈ വർഷം നടന്നില്ലെങ്കിൽ എനിക്ക് അടുത്ത വർഷം ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരയുവാനല്ല പ്രാർത്ഥിക്കാനല്ല, നമുക്കൊന്നും കഴിയില്ല, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഇനി ഒരു സാധ്യതകളും നമ്മുടെ മുമ്പിലില്ല. വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ അവൾക്ക് എല്ലാ സാധ്യത, മാനുഷികമായ എല്ലാ സാധ്യതകളും അടഞ്ഞിരിക്കുന്നു. ഇനി അവൾ ഡേറ്റ് നേടിക്കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്നാൽ ദൈവത്തിൽ പ്രവർത്തിപ്പാൻ കഴിയുമല്ലോ. രണ്ടുപേരും അത് വിശ്വസിച്ചു. പക്ഷെ മാനുഷ്യമായിട്ട് നോക്കുമ്പോൾ സാധ്യതകളില്ല. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. എന്നാൽ ശരി കഴിഞ്ഞു. ഞായറാഴ്ച ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ പോകുന്നിടം വരെ ദിവസം നിന്ന് കഴിയുവാനും പ്രാർത്ഥിക്കാനും എനിക്ക് കഴിഞ്ഞുള്ളൂ. കടന്നിരിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരുന്നു. ശനി കഴിഞ്ഞു, ഞായർ കഴിഞ്ഞു, തിങ്കളാഴ്ച. എന്നിട്ട് ഞാൻ ശനിയാഴ്ച വെള്ളിയാഴ്ച വർഷോട് പറഞ്ഞു, മോളെ ഈ കോളേജിലെ പ്രൊഫസർ ഒരു മെസ്സേജ് അയക്കുക, 1 ദിവസം കൂടെ നീട്ടി തരാന്. സാധാരണ എന്ത് പറഞ്ഞാലും കേൾക്കുന്നു. അന്നേരം പറഞ്ഞു, ഇല്ല മമ്മി ഞാൻ അയക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ മുമ്പിൽ ഒരു സാധ്യതകളും ഇല്ല. ഞാൻ എന്ത് അയച്ചിട്ട് ഞാൻ അവരോട് പറയും, എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പം അതാത് എന്നോട് പറഞ്ഞില്ല, ഞാൻ അയക്കത്തില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തിങ്കളാഴ്ച രാവിലെ അവൾ 10 മണിക്കാണ് ജോലിക്ക് പോകുന്നത്. 10 മണിക്ക് ജോലിക്ക് പോയിട്ട് ജോലി സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവൾക്ക് ഫോൺ കോൾ വന്നു. അവൾക്ക് പ്രാക്ടിക്കലിനുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിളിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ആള് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല, പുള്ളി നൈജീരിയയിൽ പോയിരുന്ന. ഇന്ന് പുള്ളി വന്നിട്ടുണ്ട്, ചിലപ്പോൾ ക്വാറന്റൈനിൽ പോകും. അത് കഴിഞ്ഞ് 10 മിനിറ്റ് അപ്പോൾ ഒരു സാധ്യത അവൾക്ക് തെളിഞ്ഞു വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു, പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്ക് അവിടെ അവർക്ക് പ്രാക്ടിക്കൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴവൾ കോളേജിന് മെസ്സേജ് പ്രൊഫസർക്ക് അയച്ചപ്പോൾ അവർ പറഞ്ഞു, വെള്ളിയാഴ്ചയായിരുന്നു അവരുടെ ലാസ്റ്റ് ഡേറ്റ്, നിനക്ക് 1 ദിവസം കൂടെ നീട്ടി തന്നു, തിങ്കളാഴ്ചയാവും, ഇന്നാണ് നിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിനെ നീട്ടുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് അതൊരു വലിയ സന്തോഷം. ഇനി 1 വർഷം പോകാതെ ദൈവങ്ങളെ അറിയുന്ന ഒരു ദൈവം, അസാധ്യമായത് സാധ്യമാക്കി തരുന്നത്. മാനുഷ്യമായ പലതും അസാധ്യമാണ്, ഒരു പ്രതീക്ഷയുമില്ല. കഴിഞ്ഞു തീർന്നു എന്ന് പറയുന്നിടത്ത് ചില പ്രവർത്തിപ്പാൻ കഴിയുന്നവർക്ക് യോബ് പറയുന്നത് പോലെ, അതിന് യോബ് എപ്പോഴും ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലം കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. കർത്താവിന് സകലതും അറിയാം, ഉള്ളങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ്. പ്രാർത്ഥനയും കണ്ണുനീരുമല്ല ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ വിഷയത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു. അത് നിങ്ങൾ മുമ്പിൽ എഴുന്നേറ്റ് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന നന്ദിയാണ്. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യമായിട്ട് എഴുന്നേറ്റത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ജീവനുള്ള സാക്ഷ്യത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവസാന മോമെന്റിലും കൈവിടാതെ വഴികളെ തുറക്കുന്ന ദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, എത്രയോ വലിയവർ ഈ ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിയവരെ ആദരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ഈ ലോകത്തിൽ ആളുകളൊക്കെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവമക്കളുടെ സ്വാധീനം എന്ന് പറയുന്നത് ദൈവത്തെങ്കിലുള്ളതല്ല. So I'm very delighted, I'm very glad to hear that everything is working out. We have been also praying for Varsha in our personal prayers. Our church been praying on our Wednesday prayer, and it is a matter whose prayer God heard. God heard the prayer and He answered the need. I'm very, very happy to hear that. And anybody else wanted to say a word? Okay. If we are not going to say any word of testimonies, and we will have our English worship at this time, and we will take the offering, and after the offering, Pastor John Thomas would pray for the offering and for all our needs. Praise the Lord, church. Let's all stand in the presence of God. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Let's all raise our hands and praise our God. Hallelujah. We praise you, Jesus. We praise you, God. We praise you.
take a moment to praise our God. Without noises, just you and God. Hallelujah. For the things that He has done in our life. For the days that you thought it would never work out, but it still worked out. Like Mommy's testimony today about me. I thought there was no way. I thought there was no way. There was deadlines in front of me that I could not make it. But I know there's a God who will make it for me. The God who took our sins, and He was the worthiest man. He was the great man and took all our sin. He was the pure man. He took our sin and took it to the cross for us. That loved us so much that He still protects us. Even if you feel like you're far away from God, know that He's our Savior. He loves us. He loves us yesterday, today, and tomorrow, and forever. Praise our God. Let's take a moment to praise our God. Without looking at each other, let's raise our hand and praise our God for the wonderful things He has done in our life. Hallelujah. Savior, I come, quiet my soul. Redemption's hand, where your blood was spilled. My ransom, everything I once held dear, I count it all as lost. Lead me to the cross where your love poured out. Bring me to my knees, Lord, I lay me down. Rid me of myself, I belong to
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധന ആരംഭിച്ച നിമിഷം മുതൽ ദൈവസാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിവർത്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തുടർന്നുടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അനുഗ്രഹങ്ങൾക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മെ കേൾപ്പിച്ച വിലയേറിയ അനുഭവ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിൽ അബ്രഹാം കേട്ട ദൈവശബ്ദം ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് തന്നെ അതിന് ഉത്തരം നൽകുന്നു. അത് മനുഷ്യർക്ക് സാധ്യമെങ്കിലും ദൈവത്തിന് സാധ്യമാണ്. പോയ കാലങ്ങളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന ഒരു വലിയ വാക്യമാണല്ലോ സ്തോത്രം.
കർത്താവ് പ്രിയ കുടുംബത്തിന് നൽകി കൊടുത്ത നല്ല അനുഭവത്തിനായിട്ട് രക്ഷയ്ക്കായിട്ട് നാം സേവിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമമഹത്വത്തിനായി അർപ്പിച്ച സ്തോത്ര വഴിപാട് കർത്താവിന് സുഗ്രാഹ്യമായി തീരട്ടെ. ദൈവജനത്തിന്റെ ഭൗതിക ആവശ്യങ്ങളെ കർത്താവ് അറിഞ്ഞ് അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരു അനുഭവം, നല്ലൊരു അവകാശം, പ്രതിഫലം കൊടുത്ത് എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബപരമായ ആവശ്യങ്ങൾ, തലമുറകളുടെ ആവശ്യങ്ങൾ, നമ്മോട് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടവരുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ, സഭയുടെ ആവശ്യങ്ങൾ എല്ലാം നാം സ്തോത്രത്തോട് ദൈവസന്നിധിയിൽ അറിയിക്കുന്നുവല്ലോ. കർത്താവെ, എല്ലാറ്റിലും കർത്താവിന്റെ കൃപയുണ്ടാകണമേ. അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ. കർത്താവിന്റെ അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കട്ടെ. തുടർന്ന് നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവവചനം ഐശ്വര്യമായി ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കണമേ. കർത്താവിന്റെ മേശമേലുള്ള ശുശ്രൂഷ ഞങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ. ഓരോരുത്തർ തങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം മേശയിൽ സംബന്ധിപ്പാൻ. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്ന കർത്താവ്. ഇടവും വലവും ഇരിക്കുന്ന ആരെയും ഞങ്ങൾ ശോധന ചെയ്യുന്നില്ല. ഞങ്ങളെ തന്നെ പരിശോധിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് നോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് കഴുകി കർത്താവേ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ കഴുകി, വചനത്താൽ ഞങ്ങളെ കഴുകി, ആത്മാവിനാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ മേശ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ അപ്പം മുറുക്കപ്പെട്ട അപ്പം ഭക്ഷിക്കുമ്പോൾ കർത്താവെ, ചൊരിയപ്പെട്ടതായ പാനപാത്രം ഞങ്ങളുടെ കരങ്ങളിൽ എടുക്കുമ്പോൾ 1000 വർഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായ യേശു കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരുന്നു. ഇന്ന് രോഗികളായി, ബലഹീനരായി, ദുഃഖിതരായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വന്നതുപോലെ എന്റെ കർത്താവേ, ഈ വാതിൽ തുറന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ സൗഖ്യത്തോടെ ഇന്ന് പ്രാപിക്കുന്ന സൗഖ്യം ഈ ഒരു മാസം ഞങ്ങളുടെ ബലഹീനമായ ശരീരത്തിൽ അനുഭവിച്ച് കർത്താവിനായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കുമാറാക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ഏറ്റെടുത്ത് നടത്തുമാറാക്കണമേ. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം, മഹത്വം എല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Praise the Lord. നമ്മുടെ വചന ശുശ്രൂഷയുടെ ഭാഗത്തേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ ഒരു വലിയ പാസേജാണ്. It is coming from the book of Acts, chapter 8, verses 26 to 40. It is a long passage. I asked Jonathan to read only one verse to save time. Acts chapter 8, verses 26. Now an angel of the Lord said to Philip, rise and go toward the south, to the road that goes down from Jerusalem to Gaza. This is a desert place. That's only one verse, and that doesn't really give you a better picture of what I am going to be speaking. And during this message, I will make you familiar with what is going on in this chapter, in this passage. I'm sure all of us are familiar with what is happening in that chapter, in this particular passage. The gospel is being preached to the Ethiopian, and we already know exactly what is happening there. And before I get into my message, let me just give you a little background. Here we have the angel of the Lord instructing Philip, the angel of the Lord, and that's in verse 26. In verse 29, we see the Spirit of the Lord saying something to Philip. So at the very
outset of this verse, what we see is a supernatural, a divine interventions in the life of, in the ministry of Philip here. നമുക്ക് ഈ ഭാഗത്ത് നാം കാണുന്നത് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവർത്തനത്തിൻ്റെ ഒരു ആരംഭമാണ്. നമുക്ക് മിനിസ്ട്രിയിൽ നാം ദൈവത്തിൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ചില പാഠങ്ങൾ ഇവിടെയുണ്ട്. Right here we have a lot of lessons that we can learn from this passage. ഇന്നലെ ഞാനും my wife and I were praying and we read this particular passage to meditate and what we can learn from here. നമുക്കിവിടെ ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് God coordinates the work of God. നമ്മൾ പലപ്പോഴും ഈ മിനിസ്ട്രിയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾക്കും ഒന്നും സ്ഥാനമില്ലെന്നല്ല, അത് ഒരു സെക്കൻഡറി സ്ഥാനമാണ് ഞാൻ കാണുന്നത്, രണ്ടാമത്തെ സ്ഥാനം. The primary place is for God's divine directions. അതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിന് തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. God uses us to do his work, but he is always working with us and in us. ഇവിടെ the angel of the Lord is the one giving an instruction, guidance to Philip. Then we see the Spirit of God is working. What is the difference between the angel of the Lord and the Spirit of the Lord? There should be some differences, and they both are actively working with Philip. ഫിലിപ്പിനെ നിയന്ത്രിക്കുന്ന ദൂതൻ. ഇപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൂതന്മാർ എങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടോ, വി ഡോണ്ട് നോ. നമ്മൾ ദൂതന്മാരെ കാണുന്നുണ്ടോ? ഹൗ ഡു വി ഫീൽ ദ പ്രസൻസ് ഓഫ് an angel? ദൈവത്തിന്റെ വചനത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ദൂതന്മാർ നമുക്ക് there is actually a chorus that I like a lot. Lately I was not singing. I can feel all around. We stand on holy ground. When the people of God stand on holy ground, there are angels all around us. But ദൈവത്തിന്റെ മക്കളോട് കൂടി പ്രവർത്തിക്കുന്ന angels. There are angels. So sometimes നമുക്ക് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമായി തീരുന്നത് there are angels with us. Sometimes these may be hard to prove, that I cannot scientifically prove that angel is guarding you, but the word of God is very clear, very crystal clear that angels are at work in us. Before I go into speaking, I wanted to show you that. നമ്മൾ 91-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടുന്നതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സോ ഇത് നമുക്ക് പരിചയമുള്ള വാക്യമാണ്, നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കുന്ന വാക്യമാണ്. പക്ഷെങ്കിൽ ഈ വാക്യം നമ്മൾ അനുഭവിക്കണം. അതാണ് ഇന്നത്തെ എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. We need to experience the presence and the power of the angels in our life. Okay? അവിടെ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചത് പോകും. But we don't always experience. Until we can experience it, it doesn't benefit us. So ദൈവത്തിന്റെ മക്കൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്കുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. But the word of God tells there are angels
all around us. And He is watching, they're watching over us. എബ്രായർ 1:14 നാം വായിക്കുന്നത്, അവരൊക്കെയും ഈ ഏഞ്ചൽസ്, ഈ ദൂതന്മാർ, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? So God has ordained angels to work with the people of God. രക്ഷിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഉള്ള സേവക ആത്മാക്കളാണ്. അപ്പൊ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങളിൽ കൂടി തെളിയിക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ചില വാക്യങ്ങൾ കുറെ കൂടെ ഇതിനെ വിശാലമാക്കുകയാണ്. ദൂതന്മാരുടെ പ്രവൃത്തി കുറെ കൂടെ വിശാലമാക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. See how the angels are guiding and working, opening doors of the prison, and very powerful activity. ദൂതന്മാരുടെ ആക്ടിവിറ്റി നമ്മളിവിടെ കാണുന്നത് is a very powerful activity ആണ്. Then we see further, ആ പുസ്തകത്തിൽ തന്നെ 10-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, I'm only reading one verse. അവിടെ നാം കാണുന്നത്, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ, ഇവിടെ ഈ ദൂതൻ വരുന്നത് ഒരു ദർശനത്തിലാണ്, ഫിസിക്കലി അല്ല, ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. അത് കൊർന്നേലിയോസിന്റെ അനുഭവമാണ്, സ്പഷ്ടമാണ്, വ്യക്തമാണ്. There is no doubts in all these things. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലും we see an activity of the angel. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പിന്നെ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി. നമ്മൾ ഇവിടെ ഏഞ്ചൽസിന്റെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. We are thinking this in connection with the ministry of pillar. ദൈവത്തിന്റെ ദൂതൻ ദൈവ ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. We have to believe. I'm not giving an extraordinary place to the angels, but I always believe that angels are all around us. നമ്മൾക്ക് ഈ സാധാരണ മനുഷ്യർക്ക്, ഞാൻ പറയുമ്പോൾ ആക്ച്വലി മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൾസോ, സാധാരണക്കാരായ മനുഷ്യർക്ക് അസാധാരണമായ കഴിവുകൾ നൽകുന്നത് ആരാണ്? ദൈവമാണ്. അസാധാരണമായ കഴിവുകളെ നൽകുന്നത് ദൈവമാണ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? They are ordinary people. They were not educated people, unlearned people ആണ്. അവർക്ക് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ശാസ്ത്രവും ശാസ്ത്രീയ രീതികളും ഒന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. But they were very ordinary people, but God made them extraordinary. പത്രോസിനോട് യേശുവിന്റെ ക്രൂസിഫിക്ഷന്റെ ടൈമിൽ പത്രോസിനോട് ഒരു സ്ത്രീ പറഞ്ഞു, നീയും അവന്റെ കൂട്ടത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. പത്രോസ് പറഞ്ഞു, I have nothing to do with this man. Look at him on the day of Pentecost. Here, ഈ മനുഷ്യനുമായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല, എനിക്ക് ഇവനെ അറിയത്തില്ല എന്ന് തള്ളി പറഞ്ഞ പത്രോസ് പെന്തക്കോസ്ത് ദിവസത്തിൽ അവിടെ മാളിക മുറിയിൽ എഴുന്നേറ്റ് നിന്ന് വളരെ ധൈര്യത്തോടെ അസാധാരണമായ രീതിയിൽ ദൈവത്തിന്റെ വചനം പ്രൊക്ലെയിം ചെയ്യാനായിട്ടുള്ള ആ പവർ, where that came from? Where that come from? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല. അങ്ങനെ നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ആ പ്രവൃത്തികൾക്ക് വലിയ
ഒരു റിസൾട്ടും ഉണ്ടാകത്തില്ല. വി വോണ്ട് ഗെറ്റ് മച്ച് റിസൾട്ട് ഫ്രം വി ഡു ഗോഡ്സ് വർക്ക് വിതിൻ അവർ ഓൺ കപ്പാസിറ്റീസ്. നമുക്ക് കപ്പാസിറ്റി ആവശ്യമാണ്. We need to know how to speak, otherwise I cannot speak. That's my personal ability. God is using that ability and making it better. See, നമുക്ക് സാധാരണ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിറയലോടുകൂടിയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ ആ വിറയലിനെ എല്ലാം കംപ്ലീറ്റ് മാറ്റുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഞാൻ ഈ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പ് I may say a few things here and there. It may not be systematically organized because I'm going all over the place. I normally don't do that. ഇവിടെ ഏഞ്ചൽ വന്ന് ഫിലിപ്പിനോട് പറയാണ്, you arise and go toward south along the road which goes down from Jerusalem to Gaza. മലയാളത്തിലേക്ക് ഗസ എന്നാണ് തോന്നുന്നു. ഗസയിലേക്ക് പോകുന്ന വഴിക്ക് പോകാനായിട്ട് ദൂതൻ ഇവിടെ ഫിലിപ്പിനോട് സംസാരിക്കുന്നു. ഇവിടെ ഈ വർത്തമാനം ഫിലിപ്പിന് കിട്ടുമ്പോൾ he had no idea what is going on, what is going to happen on the way. He had absolutely no idea. But he only heard the voice to go from here to Gaza. He don't know why. You don't know who he is going to meet. You don't know what is he going to do. He has no idea. But he simply obeyed. This is a lesson actually. He simply obeyed the voice of God. നമ്മൾക്ക് ഇന്ന് അത് ഫിലിപ്പ് അനുസരിച്ചു എന്ന് എനിക്ക് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. But the question is, can I obey God's voice when it comes to me? Can I obey and take a step, just like Philip took a step to go to Gaza? ദൈവം നമ്മളോട് സംസാരിക്കുന്ന രീതികൾ പല വിധത്തിലായിരിക്കും. ഇവിടെ പ്രത്യക്ഷമായിട്ട് the angel of the Lord is speaking to Philip. But sometimes God speaks to us in a different way. Regardless of how God speaks to us, we have to be willing to obey. Only when we obey, then we get the result God wants to achieve. As he was going along, he obeyed and he went along, and then he saw the chariot, and then the Spirit is working. See, now that the angel was working at first, is a combination. So the angel and now the Spirit is telling him, get closer to the chariot. Get closer. So what does that meaning is? What that meaning is that the servants of God has to be listening to God always. They have to have a sensitivity to listen to the voice and instructions of God. So here, Philip is obeying that. He's getting closer to the chariots. And as he gets closer to the chariots, now he's hearing the word of God is being read, and that is coming from the book of Isaiah. We usually read that for our Lord's Supper, the same portion, and the eunuch is reading it, and then there was a problem of interpretation. The question and answer were going, do you understand what you are reading? Then he say, how can I understand if no one is telling me what it means? So here Philip is using that opportunity. Right from that point, he is preaching Christ to the Ethiopian. Then what happened here? This is an important thing. What happened is when the word of God is preached, it brings convictions in our heart. It brings convictions in our heart. Because this conviction is not coming because of our eloquence. It is not coming because of the points we preach. Now people prepare 5-point message and 8-point message. It's not because of that. It is because the angel is working. It is because the Spirit of God is working. And Philip is preaching. See, this is an effort of divine and human effort.
the angels, the Holy Spirit, and Philip is speaking the word of the Lord, and it is going into the hearts and minds of people, and it is working, and people are getting convictions. And now, how do we know that there was conviction? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അവിടെ ഒരു കൺവിക്ഷൻ ഉണ്ടായെന്ന്? ഇവിടെ വെള്ളം കണ്ടപ്പോൾ ഇവിടെ ഈ യൂനക്ക് പറയുന്നത് എന്താണ്? ഇവിടെ വെള്ളമുണ്ട്, എനിക്ക് സ്നാനപ്പെടാനായിട്ട് എന്താണ് തടസ്സം? So he understood there was a need for baptism. There was no Bible class about baptism. There was no debate about baptism. There was no question and answer which baptism is correct and which baptism is not correct. There was nothing. There was no words spoken. But the Holy Spirit worked in the hearts of people, made him convicted. Now there is water and I need to be baptized. And then Philip is asking, replying, and he said, if you believe it, if you believe, you should be baptized. So നമ്മൾ പെന്തക്കോസ്ത് സഭയിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന നമുക്ക് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് വിശ്വാസ സ്നാനമാണ്. വിശ്വാസ സ്നാനം. I'm actually speaking about baptism today. I don't know why. And so വിശ്വാസ സ്നാനമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ചില സഭകളിൽ വിശ്വസിക്കുന്നത് ശിശു സ്നാനമാണ്. അത് തെറ്റോ ശരിയോ എന്നുള്ള വാദമല്ല. ശിശു സ്നാനത്തിൽ അവർ ചെയ്യുന്ന എന്താണ്? ഈ ശിശുവിന് വേണ്ടി വേറൊരാള് വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കുമ്പോൾ തന്നെ ഈ ശിശുവിനെ കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയും കൂടിയാണ്. ദാറ്റ് ഈസ് നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അറിയാത്തതുകൊണ്ട് we sometimes criticize. I don't criticize them, but I tell you that is what they're doing. They're actually saying this child is baptized, but now this person is responsible to lead this child into Christ, and there is that person, I don't know if that happens or not, but that is what it is. But in our church, we believe what the Bible says. The Bible says baptism is for those who believe. Those who believe. If you don't believe, you don't baptize. So then, when Philip said that, here the eunuch is replying. He believed. What is he believing? He believed that Jesus Christ is the Son of God. Amen. So sometimes we are believers, but we don't know what we believe. See, but we claim to be believers, but if somebody asks us what do you believe, we have no idea what we believe. But here Philip said, I know what I believe. I believe Jesus Christ is the Son. He is the Son of God. So that was the confession of his faith. That is what he understood from the preaching of Philip. Very deep preaching. He understood Jesus Christ is the Son of God. And especially when we are approaching the Lord's Supper, the Son of God who came down from heaven, took the form of man, died on the cross of Calvary for the sins of the whole world. And this Philip understood he is my Savior. He died on my behalf. He died for me. In the place I have to suffer and die and take the punishment of sin. And he did it all for me. And here this man understood. And then Philip baptized him. And this is where we get our Pentecostal baptism formula. Why do we believe that we have to immerse people into the water? Why do we believe that? We have lots of models in the Bible. And one model comes right from here. And here what we see is both Philip and the eunuch went down. This is actually in verse 38. They went down into the water. Those are the expressions that you have to pay attention. They went into the water. And then Philip baptized him. And then the next expression is when they came up out of the water. So that means they went in, and we use a simple Greek word. The meaning is dip, immersion. It completely dip into the water, and after that you come out. And
the book of Romans says when you come up, it is actually a symbolic expression that when you were dead in your trespasses and your sin, and you went down and you were buried. Now when you come up, it tells you that you are now resurrected in the newness of life. You're coming up and you're experiencing a resurrection, a spiritual resurrection. You're becoming a new man. You are not the old man anymore. You are completely new. So this is how they were baptized. So my point here today is, as we are going to do the Lord's Supper, my point here today is the work of God is always being directed by God. There is always a divine direction for God's work. We should never do God's work in our way. നമ്മൾ ഒരിക്കലും ദൈവപ്രവൃത്തി എൻ്റെ സ്വന്തം വിധത്തിലേ ഞാൻ ചെയ്തുള്ളൂ. Some people are so stubborn. There's only one way to do it, that is their way. But God wants us to be flexible. We wanted to listen to God, what God wants us to do through us. ഇന്ന് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൺവിക്ഷൻസ് ഓട്ടോമാറ്റിക്കലി there will be convictions in us. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഭാരപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. We simply pray in the presence of God and God will convict. And also ദൈവത്തിന്റെ മക്കൾ അസാധാരണമായിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾ അത് വിശ്വസിക്കണം. ദൈവത്തിന്റെ മക്കൾ അസാധാരണക്കാരാണ്, സാധാരണക്കാരല്ല. എന്താണ് അതിന്റെ കാരണം? അവരിൽ ഒരു വലിയ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ട്, ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൂതന്മാരുടെ സാന്നിധ്യം അവരുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യം ഉണ്ടാകുന്നത്. കാരണം ഈ പ്രാർത്ഥന നമ്മുടെ കുറച്ച് വാചകങ്ങളല്ല. ഈ പ്രാർത്ഥനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. ആ ശക്തി വ്യാപരിക്കുമ്പോൾ, ആ ശക്തി ശരീരങ്ങളിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ രോഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പോകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവശക്തി, ദൂതന്മാരുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ക്രിസ്തുവിന്റെ സാന്നിധ്യം, നമ്മളിൽ വസിക്കുന്ന ദൈവശക്തി പ്രവർത്തിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കി ദൈവം തരും. നാം ഇവിടെ ഇന്ന് നാം ഇത് കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്കാണ് നാം കടക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ കൂടി നാം പാപികളായിരുന്നുവെന്നും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നുവെന്നും ആ ദൈവപുത്രൻ കാൽവരി ക്രൂശിൽ നമ്മുടെ സ്ഥാനത്ത് നാം മരിക്കേണ്ടുന്നതിന് പകരം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സ്വന്തം ശരീരത്തിന് മേൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ശാപത്തിന്റെ ശിക്ഷകൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ആ ക്രൂശ് മരണമാണ്. ഇന്ന് നാം ഈ കർത്താവിന്റെ മേശയുടെ അടുത്ത് നാം കടന്നു വരുമ്പോൾ ഇത് നമ്മെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നാം ഓർക്കുന്നത് കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. കർത്താവിന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ മതിയായതാണ്. ഈ ലോകത്തിന്റെ ഒരു ദ്രാവകങ്ങളും നമ്മുടെ പാപത്തിന്റെ കറകളെ മാറ്റുവാൻ യേശുവിന്റെ രക്തം മാത്രം, യേശുവിന്റെ രക്തം മാത്രം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. ആ പാപത്തിന്റെ ശുദ്ധി പരിഹാരം നമുക്ക് നൽകുവാൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നാം ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുന്നു. നാം ഇവിടെ ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുള്ള ദൈവത്തോടുള്ള പ്രാഗൽഭ്യം, നമ്മുടെ സഹോദരന്മാരോടും ദൈവസഭയോടും ദൈവത്തോടുള്ള പ്രാഗൽഭ്യം ഇത് ഓരോ പ്രാവശ്യവും കാണിക്കുന്നു. നാം തിരുമേശ ഉള്ളപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ ഉണ്ടാകേണ്ടത്,
എനിക്ക് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുക. ഞാൻ ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ചവനാണ്. ദൈവസന്നിധിയിൽ വലിയ പ്രത്യാശയോടെ ജീവിക്കുന്നതിന് ദൈവസന്നിധിയെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ മേശയിൽ അത് ചെയ്യുന്ന ഓരോ സമയത്തും we have to have that eagerness in our heart to participate in the Lord's Supper. Because this is one of the things God wants us to participate. കർത്താവിന്റെ മേശ കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഞാൻ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം, ചില വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ഈ അപ്പം അയോഗ്യമായി തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഞാൻ ഈ വായിച്ച അവസാനത്തെ ഭാഗം ആരെയും ഭയപ്പെടുത്തുവാനോ ഇതിൽ നിന്ന് ഒഴിവാക്കുവാനോ എഴുതിയിരിക്കുന്ന വചനങ്ങളല്ല. ഇത് എഴുതിയിരിക്കുന്നത് നാം ഈ മേശയിലേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യും. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് കർത്താവേ, ഈ മേശയിൽ പങ്കെടുക്കുവാൻ എന്നിൽ എന്തെങ്കിലും അയോഗ്യതകളുണ്ടോ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിന് തടസ്സമായിരിക്കുന്നുവെങ്കിൽ ഈ സമയത്ത് കർത്താവിന്റെ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണം, കർത്താവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോ ഈ തിരുമേശയിൽ നമുക്ക് സംബന്ധിക്കാം. അതുപോലെ തന്നെ ഞാൻ സാധാരണ ഇവിടെ നമ്മൾ ചർച്ചിൽ പങ്കെടുക്കുന്നവരെല്ലാവരും യൂഷ്വൽ ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് I don't have to say this over again and again. കർത്താവിന്റെ വചനപ്രകാരം ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യത ഉള്ളവർ കർത്താവിനെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന എല്ലാവർക്കും ഈ തിരുമേശയിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ ശോധന ചെയ്ത് ഈ തിരുമേശയിൽ പങ്കെടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ മേശ അനുഗ്രഹിക്കുന്നതിനും നാം ഈ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ നിന്ന് കുടിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ തിരുമേശ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ, നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുവാൻ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളൊക്കെ കർത്താവിന്റെ തിരുസാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ അതൊക്കെ മാറിപ്പോകുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾ പാപികളും ദോഷികളുമായിരുന്നപ്പോൾ ഒരു കണ്ണിന് ഞങ്ങളോട് ദയയില്ലാതെ സ്വർഗത്തിലെ കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചു ഞങ്ങളുടെ പാപത്ത് ഞങ്ങൾ മരിക്കേണ്ടുന്ന സ്ഥാനം ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും അവിടുത്തെ തിരുശരീരം മുറിവേറ്റ് അടിക്കപ്പെട്ട് തകർക്കപ്പെട്ട് അവിടുത്തെ അവസാനത്തെ തുള്ളി വരെയും ഞങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നുണ്ട്. കർത്താവ്, ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതം അധികം പ്രത്യാശയുള്ളതാക്കി തീർക്കണമേ. ഞങ്ങളുടെ ജീവിതം കർത്താവേ അധികം മീനിങ്ഫുള്ളാക്കി തീർക്കണമേ.
ഞങ്ങൾ കർത്താവിന്റെ പ്രവൃത്തിയിൽ അധികം ജാഗരൂകരായി തീരുവാൻ ഞങ്ങൾക്ക് വലിയ കഴിവുകൾ തരണം. ഈ മേശയെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. What can wash away my sin? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. Oh, precious is the soul that makes me white as snow. No other fount I know. Nothing but the blood of Jesus. What can wash away my sin? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. How precious is the flow that makes me white as snow. No other fount I know. Nothing but the blood of Jesus. For my pardon this I see. Nothing but the blood of Jesus. For my cleansing this my plea. Nothing but the blood of Jesus. Oh, precious is the flow that makes me white as snow. No other fount I know. Nothing but the blood of Jesus. Nothing but the blood of Jesus. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാവവും ശുദ്ധീകരിക്കുന്നല്ലോ. ആ പ്രത്യാശയോടുകൂടി നമുക്ക് ഈ തിരുമേശയിൽ പങ്കെടുക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പി, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. Now let us take the bread together. Amen. Praise you, Jesus. Hallelujah. Thank you, Jesus. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പേൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം എന്ന് പറഞ്ഞു. Now let us take the cup together. Thank you, Jesus. Praise you, God. Hallelujah. 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 Praise you, Jesus. Praise you, Jesus. Praise God. Hallelujah. നമുക്ക് ഒരുമിച്ച് ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ ദൈവം ഒരു അവസരം കൂടി നൽകി. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നാം വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നാം കർത്താവിൽ വസിക്കുന്നുവെന്ന് ഉള്ളതിന്റെ ഒരു തെളിവായിട്ടുള്ള അടയാളമാണ് നാം ഈ മേശയെങ്കിൽ പങ്കെടുക്കുന്നത്. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയും
നാം കർത്താവിനോട് കൂടെ പ്രത്യാശയോടുകൂടി ജീവിക്കുന്നത് ഇതിനാണ് ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ ഈ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ അവസരമുള്ളപ്പോഴൊക്കെയും പങ്കെടുത്ത് നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ. നാം ഈ മേശയിൽ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ ഇനിയും അനേക ഈ കപ്പുകൾ ശേഷിക്കുന്നു. നമ്മുടെ സഭയിൽ ഇന്ന് പ്രിയ ജസ്റ്റിൻ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ സഭ വളർന്ന് വലുതായി തീരേണ്ടുന്ന ആവശ്യം ഓർപ്പിച്ച പ്രാർത്ഥന സഭയുടെ വളർച്ചയുടെ കാര്യത്തിൽ മാത്രമല്ല ദൈവരാജ്യത്തിന്റെ യേശു ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം, സുവിശേഷത്തിന്റെ ദൗത്യം നമ്മെ തന്നെ ഇന്ന് നാം ഒരു പ്രാവശ്യം കൂടെ ഏറ്റെടുത്തു. ഞാൻ ഇന്ന് വചനത്തിൽ കൂടി കേട്ടതുപോലെ നമ്മെ തന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചിട്ടല്ല, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ ശരണപ്പെട്ടു. ദൂതന്മാരുടെ ആ വലിയ ശരണത്തിൽ നാം ശരണപ്പെട്ടുകൊണ്ട് നാം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ അനേക ആത്മാക്കളെ ദൈവം നമുക്ക് തരും എന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് മുമ്പോട്ട് വന്ന് ഈ തിരുമേശയുടെ ഇത്ര മിനിസ്ട്രി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ ഈ തിരുമേശയുടെ ശുശ്രൂഷ അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എന്ന ജനപ്രദേശത്ത് ഫിലിപ്പോസ് ആ എത്യോപ്യക്കാരനായ ധനകാര്യമന്ത്രിയോട് യേശുവിന്റെ മരണത്തെ കുറിച്ച് പ്രസ്താവിച്ചതുപോലെ കർത്താവിന്റെ മേശ ഞങ്ങൾ അനുഷ്ഠിച്ച് പ്രാപിച്ചോട് നിന്ന് പോകുമ്പോൾ കർത്താവെ കൃപയോട് പോവുകയല്ല, ഒരു നിയോഗത്തോടുകൂടി ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ കർത്താവ് ഞങ്ങളെ ഇവിടെ അയച്ചാലും ഈ ക്രൂശുമരണത്തെ പ്രഘോഷിക്കുന്നവരായി, പ്രസ്താവിക്കുന്നവരായി, പ്രൊക്ലെയിം ചെയ്യുന്നവരായി ഈ തലമുറയിൽ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കാണട്ടെ. ആ വലിയ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നു. കർത്താവിന്റെ ദാസനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകത്തോടെ നിയോഗിച്ചതിനായി ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുകാരാകുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഈ കർത്താവിന്റെ മേശമേലുള്ള ശുശ്രൂഷയുമായി അങ്ങയുടെ വരവ് താമസിച്ച് അടുത്ത മാസം ആരംഭ ഞായറാഴ്ച ഞങ്ങൾ കടന്നു വരുന്നത് വരെയും ഈ ശുശ്രൂഷയുടെ അനുഭവം, അനുഗ്രഹം എന്നും എപ്പോഴും ഞങ്ങളിൽ വസിക്കട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരു പാട്ടിന്റെ ചില അടികൾ പാടും. ആ സമയത്ത് we can just greet each other the way you wanted to greet others. ദൈവിക പവനമതിൽ നാടുവാനതിൽ ദൂതരുമാ
നാം പാടിയതുപോലെ കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഒരിക്കലും ഒഴിയാത്ത കാര്യം ദൈവത്തിന്റെ നിത്യരാജ്യം വെളിപ്പെടുവാനുള്ള സമയവാസനമായിരിക്കണം. ആ പ്രത്യാശയാൽ നമ്മുടെ ജീവിതങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പുതുക്കപ്പെടുവാൻ ഈ ആരാധന മുഖാന്തരമാക്കിയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ഈ സമയത്ത് പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം അവസാനിപ്പിക്കാം. നല്ല സമയത്തിനായി ഞങ്ങളുടെ സ്തുതിക്കുന്നു. ആരും കാണാത്ത ഒരു സന്ദേഹം സാന്നിധ്യമായി സ്തോത്രം. പാടുവാനെ പ്രാർത്ഥിക്കാൻ നല്ല സമയത്തിനായി കർത്താവിയോടുള്ള പങ്കാളായ ഞങ്ങൾക്ക് കർത്താവിയെ സാവാസം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാവരും കർത്താവിനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണേ എന്ന് ദുഷ്ടം തൊടാതെ കാത്തുള്ളതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടുള്ള അലുവാസിലുള്ള എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ രാജ്യത്തിന്റെ പെരുന്നാളൊക്കെ എല്ലാവരും കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഒരു കൃഷ്ണരാജാരി തീർക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാകുന്ന കർത്താവിന്റെ കരുണ എല്ലാവരും ഏറ്റ് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളുടെ പരിപാടിന്മാരുടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കൊണ്ട് കേട്ടുകൊണ്ട് സ്തോത്രം. സർവേശ്വരത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.